ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി WCC സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചത്. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കെ ഹേമയ്ക്ക് പുറമെ മുതിർന്ന നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരും കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. കലാരംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനവും അതിക്രമങ്ങളും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയാണ് ലക്ഷ്യം. എന്നാൽ അന്വേഷണം ആരംഭിച്ച 5 വർഷങ്ങൾക്കിപ്പുറവും റിപ്പോർട്ട് പുറത്തുവിടാതായതോടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടു. പിന്നാലെ സർക്കാരിന്റെ ഉറപ്പ്, വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചു വെക്കരുത്. ഇതാണ് ഗവൺമെന്റ് നിലപാട്. രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും. പ്രത്യാശയ്ക്കൊപ്പം ചില ചോദ്യങ്ങളും WCCക്ക് ഇക്കാര്യത്തിലുണ്ട്. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാമെന്ന വാദം സംവിധാനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് സംഘടന വിശ്വസിക്കുന്നു. പരാതി എന്ന് പറയുന്നത് അവിടെ ആദ്യം ഈ കമ്മിറ്റി അവർ നിയമിച്ചപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് വന്ന് നേരിട്ട് തുറന്ന് പറയൂ. എന്നിട്ട് അതിന്ന് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണ്ട തരം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കും എന്നായിരുന്നു. ഹേമ കമ്മിറ്റി വ്യക്തികൾക്കെതിരെ പരാതി ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ വാദത്തിനും സംവിധായിക അഞ്ജലി മേനോന്റെ തിരുത്ത്. ദുരനുഭവമുണ്ടായവർ നേരിട്ടാണ് ഹേമ കമ്മിറ്റിയെ പരാതി അറിയിച്ചതെന്നും സംവിധായിക തുറന്നു പറയുന്നു. ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യം വന്നു, അവർക്ക് ആ ഒരു പ്രൈവസി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒത്തു വന്നപ്പോഴാണ് അതിൽ പലവരും അവർ ഇതുവരെ ആരോടും പറയാത്ത പല കാര്യങ്ങളും അവിടെ ചെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അത് അങ്ങനത്തെ ഒരു ഫോറം ആയിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അനീതികളെ പൊളിച്ചെഴുതി കൂടുതൽ ലിംഗസമത്വമുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.